ഹരിഹി 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 ഓം തത്സത്. ജയഗുരു. എന്താ, ഞാനൊന്ന് സംസാരിക്കട്ടെ. നോക്കൂ, ഇന്ന് വിശേഷപ്പെട്ട ഒരു മുടക്ക ദിവസമാണ്. കൽപ്പന ദിവസം എന്നൊക്കെയാണ് മലയാളത്തിൽ ഈ മുടക്കങ്ങൾക്ക് പറയുക. കൽപ്പന ദിവസം ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്രമവും ഉണ്ടാവും. അങ്ങനെ എല്ലാവരും ഒഴിഞ്ഞിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാനും ആലോചിക്കാനും തയ്യാറുള്ള ഒരു സമയമാണെന്ന് ഉദ്ദേശിച്ചാണ് എന്നോട് ചിലർ പറഞ്ഞത് സ്വാമിജി ഒരു സന്ദേശം കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് സന്ദേശമാണ് എന്ന്. നമ്മുടെ ശ്രീമദ് ഭാഗവത തത്വം യൂട്യൂബ് ചാനലിൽ 27-ാം തീയതി മുതൽ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ഓൺലൈനിൽ നടത്തുന്നുണ്ടല്ലോ. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും അതിനൊരു മുഖപുരയോ ഒരാഹ്വാനമോ ആവത്തക്ക വിധത്തിൽ സംസാരിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത് കേട്ടാണ് ഓ ശരി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇന്ന് സംസാരിക്കുന്നത്, എന്താണ് ഇതിന് വിഷയം എന്ന് ചോദിച്ചാൽ, ജീവിതം സുഭഗമാക്കുന്ന ശ്രീമദ് ഭാഗവതം. ജീവിതം സുഭഗമാക്കുന്ന ശ്രീമദ് ഭാഗവതം. ഈ ശ്രീമദ് ഭാഗവതം എന്ന പേര് വളരെ പ്രധാനമാണ് കൂട്ടരെ. എന്താണെന്ന് വെച്ചാൽ ഭാഗവതം രണ്ടാണ്. ഒന്ന് ദേവീ ഭാഗവതം, പിന്നെ ഒന്ന് ശ്രീമദ് ഭാഗവതം. ചിലരുടെയൊക്കെ അഭിപ്രായത്തിൽ ദേവീ ഭാഗവതം വളരെയധികം പഴക്കമുള്ളതാണത്രേ, ശ്രീമദ് ഭാഗവതത്തിന് അത്ര പഴക്കമില്ല എന്ന്. പിന്നെ ചിലർ പറയുന്നു ശ്രീമദ് ഭാഗവതം എന്ന് നാം പറയുന്നത് വിപുലീകരിച്ച ഒരു വിവരണമാണ്. അതിൻ്റെ മൂലം വിഷ്ണുപുരാണമാണ്. ആ വിഷ്ണുപുരാണത്തിലുള്ള സംഗതികളെ വിപുലീകരിച്ച് പറയുന്നതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതത്തിൽ വെറും വിപുലീകരണമല്ല. ശ്രീമദ് ഭാഗവതത്തിലെ 80% ദാർശനികമാണ്, വേദാന്ത തത്വം പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഭക്തി എന്നൊരു പരിവേഷം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രം. നമ്മുടെ കയ്യിലുള്ള ഈ പുസ്തകം 6-ാം നൂറ്റാണ്ടിൽ എഴുതിയതായിരിക്കണം എന്നാണ് ഭാഷാപരിജ്ഞാനമുള്ളവരും സംസ്കൃതത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നവരും എല്ലാം പറയുന്നത്. നമ്മുടെ ഏത് പുരാണമോ ഇതിഹാസമോ എടുത്താലും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആ എഴുത്തുകാരൻ മുഴുവനും സമ്മാനിച്ചതാണെന്ന്. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു, നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോഹോ അഭിദൃഷ്ടോന്തഃ തു അനയോഹോ തത്വദർശിഭിः എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ്റെ പുറപ്പാട്. തത്വത്തെക്കുറിച്ച് ആലോചിച്ച് ദാർശനികമായ പരിജ്ഞാനം കൈവരിച്ചിട്ടുള്ള തത്വദർശികളുണ്ടല്ലോ, വിശേഷജ്ഞാനികൾ, അവരുടെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്. കഠോപനിഷത്തിലെ ചില ശ്ലോകങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മസൂത്രത്തെയും പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പലതിനെയും പരാമർശിച്ചുകൊണ്ട് പറയുമ്പോൾ കൃഷ്ണൻ പറയുന്ന തത്വമൂല്യ സിദ്ധാന്തങ്ങൾ അദ്ദേഹത്തിന് മുൻപേ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അതുമാതിരി നമ്മുടെ ശാസ്ത്രമൊക്കെ അതുപോലെയുള്ളതാണ്. ഒരാളും പറയാനൊരുക്കമില്ല ഞാനിതാ പുതുതായി പറഞ്ഞ് കണ്ടുപിടിച്ച് എഴുതിയിട്ടുള്ളതാണെന്ന്. അവർക്ക് അങ്ങനെ പറയണം എന്നൊരു ഉദ്ദേശവുമില്ല. നമ്മളൊക്കെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ നാം ഉണ്ടാക്കി കണ്ടുപിടിക്കുന്നതോ അതോ നിലനിൽക്കുന്ന തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും ആകർഷണശക്തി പോലെ നിലവിലുള്ളതിനെ നാം കണ്ടെത്തി പ്രതിപാദിക്കുന്നുവോ? എല്ലാം അങ്ങനെയാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വമാണ് എല്ലാറ്റിനും പ്രമാണം. മനുഷ്യൻ്റെ ശരീരം മാറിയിട്ടില്ല. ആദിമ മനുഷ്യൻ്റെ ശരീരവും ആധുനിക മനുഷ്യൻ്റെ ശരീരവും രണ്ടും ഒരുപോലെ ജൈവ സംവിധാനങ്ങളാണ്. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തെ സജീവമാക്കി നിർത്തി പ്രവർത്തിക്കുന്ന മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാകട്ടെ, അതും ചിരപുരാതനമായിട്ടുള്ളതാണ്. അങ്ങനെ സ്ഥൂലമായ ശരീരവും സൂക്ഷ്മമായ ഉൾവ്യക്തിത്വവും പണ്ടേ മുതൽക്ക് ഒരുപോലെയാണ് മനുഷ്യജീവിതത്തിൽ, മനുഷ്യ വ്യക്തിത്വത്തിൽ. ഇനി നമ്മുടെ ചുറ്റുമുള്ള ലോകമോ അതും പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ്. അന്നും പഞ്ചഭൂത നിർമ്മിതം, പാഞ്ചഭൗതികം, ഇന്നും പാഞ്ചഭൗതികം. അപ്പോൾ ഈ പഴയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത് നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടെന്ന്. ഭൂമിയുടെ ആകർഷണ ശക്തി ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുൻപുണ്ടായിരുന്നില്ലേ? ഏതെങ്കിലും ഒരു വസ്തുക്കളുടെ ഗുണമോ
ലക്ഷണമോ നാം കണ്ടുപിടിച്ച് പറയുമ്പോൾ അത് മുമ്പുള്ളതല്ലേ കണ്ടുപിടിക്കുന്നത്. അതേമാതിരി ധർമ്മകാര്യങ്ങളിൽ, അധ്യാത്മകാര്യങ്ങളിൽ, അഭൗമമായ വിഷയങ്ങളിലും നിലവിലുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങളെ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് പ്രതിപാദിക്കുന്നത് മാത്രമാണ് ഏത് ജ്ഞാനിയുടെയും ഗവേഷകൻ്റെയും മുൻപിലുള്ള ലക്ഷ്യം. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വെർഷൻ ഒരു പക്ഷേ 1400 കൊല്ലം മുൻപ് എഴുതിയതാകാം. പക്ഷേ ശ്രീമദ് ഭാഗവതം ഒരു പാരമഹംസ്യ സംഹിത എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഉള്ളടക്കം എന്നോ ഉണ്ടായതാണ്, ചരിത്രാതീത കാലം മുതൽ. ഉപനിഷത്തുകൾ, വേദങ്ങൾ ഉണ്ടായ നാട്ടിൽ, ആ പ്രദേശത്തിൽ, ആ ഭൂമിയിൽ ശ്രീമദ് ഭാഗവതത്തിലെ തത്വങ്ങളും ഉണ്ടാകുമല്ലോ എന്നത്ര സംശയം. ജീവിതം സുഭഗമാക്കുന്ന ശ്രീമദ് ഭാഗവതം. അപ്പോൾ ദേവീ ഭാഗവതം ഉണ്ട് ഇവിടെ, അതല്ല ശ്രീമദ് ഭാഗവതം എന്ന അർത്ഥത്തിലാണ് ഞാൻ എപ്പോഴും ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കുറച്ച് അറിയുന്നവരും ചിന്തിക്കുന്നവർക്കും ഒരു വിശേഷം എന്താ? ശ്രീമദ്. ഈ ഭാഗവതത്തിൽ ആരെല്ലാം ഇതിൽ പ്രവേശിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, തമ്മിൽ സംവദിക്കുന്നുണ്ടോ, അവർക്കെല്ലാവർക്കും ശ്രീ വേണ്ടതുപോലെ ഉണ്ടാവും. അങ്ങനെ ശ്രീ പ്രദാനം ചെയ്യുന്നതാണ് ഈ ഭാഗവതം. അതുകൊണ്ടാണ് ഇതിന് ശ്രീമദ് ഭാഗവതം എന്ന് പേര്. ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ പലരും ആധുനികന്മാരാ. ആധുനിക ശാസ്ത്രവും ദ്രവ്യശാസ്ത്രവും ഒക്കെ നിങ്ങൾക്ക് വലിയ കാര്യമാണ്. നമ്മുടെ മനഃശാസ്ത്രം, ബുദ്ധിശാസ്ത്രം, ആത്മശാസ്ത്രം അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പോലും നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറില്ല. അത് നിങ്ങളുടെ ബുദ്ധിയുടെ മുരടിപ്പാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നാം കണ്ടുപഠിക്കുന്നതാണ് ലോകത്തിലുള്ള ശാസ്ത്രങ്ങൾ മുഴുവൻ. ആ കണ്ടുപഠിക്കുന്ന നമ്മളെക്കുറിച്ചുള്ള ശാസ്ത്രം എപ്പോഴും എത്രയോ മേലേക്കടയിലല്ലേ നിൽക്കുള്ളൂ. കാണപ്പെടുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ് കാണുന്നത്. കാണുന്നവനില്ലെങ്കിൽ കാഴ്ചയുമില്ല, കാണപ്പെടലുമില്ല, ദൃശ്യം പോലും ഉണ്ടാവില്ല. ദൃശ്യമാകുന്നത് ഒരു ദ്രഷ്ടാവിൻ്റെ മുൻപിലാണ്. അപ്പോൾ ആ ദൃഷ്ടശാസ്ത്രമാണ് അധ്യാത്മം എന്ന് പറയുന്നത്. അത് മനസ്സും ബുദ്ധിയും അഹങ്കാരമൊക്കെ അതിൻ്റെ പ്രവർത്തന ഘടകങ്ങളോ രൂപങ്ങളോ ആണ്. അപ്പോൾ ജീവിതം സുഭഗമാക്കുന്ന ശ്രീമദ് ഭാഗവതം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം മനുഷ്യജീവിതത്തെ സുഭഗമാക്കുന്നതാണ്. ഈ ശ്രീമദ് ഭാഗവതം ഇല്ലാതെ സുഭഗമാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് വളരെ വളരെ പരുങ്ങലാണ്. ദ്രവ്യങ്ങളെ മാത്രം കണ്ടു പഠിച്ചത് കൊണ്ട് ദ്രവ്യാതീതമായിരിക്കുന്ന മനസ്സിന് സൗഭാഗ്യം എങ്ങനെ വരും? ദ്രവ്യാതീതമായ ബുദ്ധിക്ക് എന്ത് ചാരിതാർത്ഥ്യമോ കൃതാർത്ഥതയോ ആണ് വരിക? ബുദ്ധിയുടെ ആഹാരം അറിവാണ്. മനസ്സിൻ്റെ ആകാരമാകട്ടെ വികാരങ്ങളും ഭാവങ്ങളുമാണ്. അപ്പം നല്ല നല്ല വികാരങ്ങളും ഭാവങ്ങളും മനസ്സിൽ ഉളവായി ഉദിച്ച് വികസിച്ച് പ്രശോഭിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാവും. അതുമാതിരി ബുദ്ധി തനിക്ക് അറിയാനുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു, ഇനി അറിയാൻ ബാക്കിയൊന്നുമില്ല, ഞാൻ തൃപ്തനാണ് എന്നൊരു തോന്നൽ ബുദ്ധിക്ക് വരണമെങ്കിൽ അവിടെ ജ്ഞാനം അത്യാവശ്യമാണ്. ഈ ശ്രീമദ് ഭാഗവതം മനസ്സിന് സന്തുഷ്ടി ഉണ്ടാക്കി ബുദ്ധിക്ക് വേണ്ടത്ര വിജ്ഞാനം പകർന്നു തരുന്നതാണ്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ജീവിതം സുഭഗമാകും. നിങ്ങൾക്ക് ഉയർച്ച താഴ്ചകളുണ്ടാകാം, പോക്ക് വരവുകളുണ്ടാകാം, ആരോഗ്യവും അനാരോഗ്യവും ഉണ്ടാകാം, ധനവും ദാരിദ്ര്യവും ഉണ്ടാകാം. എന്തെല്ലാം ഉണ്ടായാലും അവയെല്ലാം വേണ്ടതുപോലെ സമീകരിച്ചെടുത്ത് നമ്മുടെ മനസ്സിനെ ധന്യമാക്കി നിർത്തി ബുദ്ധിയെ പ്രബുദ്ധമാക്കി ആത്മസമ്പന്നതയോടെ, ആത്മധനത്തോടെ, ആത്മസാഫല്യത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ അതിന് ശ്രീമദ് ഭാഗവതം കൂടിയേ തീരൂ. ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും ലഭിക്കണമെന്നതാണ്. നൽകുകയും ചെയ്യും.
നമ്മുടെ സുദാമാവ് വളരെ കാലം കഷ്ടപ്പെട്ടു. കൃഷ്ണൻ്റെ സഹപാഠിയായിരുന്നു. ആ ബ്രാഹ്മണനായതുകൊണ്ട് ആ ബ്രഹ്മചിന്തനം വിട്ടു വേറെ ഒന്നും ഞാൻ പോവില്ല, എന്തോ ആകട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു. നിവൃത്തിയില്ലാതെ പാവം സുശീല ഒരു ദിവസം സുദാമാവിനോട് പറയേ, നോക്കൂ, കാലത്ത് എണീക്കണു, കുട്ടികളെ എൻ്റെ പുടവയിൽ വന്ന് പിടിക്കണു, കരയണു, അവർക്കൊരു പ്രാതൽ എന്തെങ്കിലും വെച്ചു കൊടുക്കാനില്ല. എത്ര ദിവസമായി ഇങ്ങനെ കഴിയണു, ഇതിനൊരു മാറ്റം വരുത്തണ്ടേ നമുക്ക്? ഞാൻ എത്ര വീടുകളിൽ എത്ര ദിവസം ചെന്ന് ചോദിക്കും, വല്ലതും തരൂ വല്ലതും തരൂ എന്ന്. അതുകൊണ്ട് എനിക്കൊരു സജഷൻ, ഒരു നിർദ്ദേശമുണ്ട്. എന്താണത്? അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങയുടെ സഹപാഠിയായിരുന്നു കൃഷ്ണപരമാത്മ. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നറിയോ? ദ്വാരകയിൽ. ഏതാ ഈ ദ്വാരക? കടലിൽ അദ്ദേഹം സ്വന്തമായി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു തലസ്ഥാന നഗരമാണ്. അതിൻ്റെ മതളും കോപ്പും അതിലുള്ള ഉദ്യാനങ്ങളും മരതകപ്പച്ച വിരിച്ചിട്ടുള്ള റോഡുകളും ഉലാത്താനുള്ള സ്ഥലങ്ങളും പലതരത്തിലുള്ള ക്രോസ് റോഡ്സും കൂട്ടുപാതകളും എത്ര ഗംഭീരമാണ് ഓരോരുത്തരും വന്ന് പറയണത്. അപ്പോൾ അതിലിരിക്കുന്ന മഹാപ്രഭുവിൻ്റെ മനസ്സും അതുപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ പഴയ സഹപാഠിത്വം, ആ കഥയൊക്കെ ആയിട്ട് ഒന്ന് അങ്ങോട്ട് ചെല്ലൂ. അങ്ങ് ഒന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ട, അങ്ങയെ കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകും. ഒന്ന് പോയി ഒന്ന് പറയാമോ ചോദിച്ചപ്പോൾ കഷ്ടപ്പാടിൻ്റെ പാവം അദ്ദേഹത്തിന് അറിയാം. എന്നാലും ഒരു തത്വമൂല്യ സിദ്ധാന്തത്തിൻ്റെ പേരിൽ മിണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുക. സുശീല പറഞ്ഞപ്പോൾ സുശീലയുടെ പറച്ചിൽ അദ്ദേഹം കണ്ട വിരുന്നെന്താണെന്നറിയോ? എൻ്റെ പഴയ സഹപാഠിയെ കാണാൻ ഒരവസരമുണ്ടാവും. ഞാനായിട്ടിപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോയി എന്ന് വരില്ല. സുശീല ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓണം വരാനൊരു മൂലം എന്നുള്ള നിലയ്ക്ക് അതിനെ ലാക്കാക്കി ഞാൻ പോകാമെന്നൊന്ന് പതുക്കെ മൂളി. സുശീലയ്ക്ക് സന്തോഷമായി. ഞാൻ അവിടെ പോയിട്ട് എന്താ കൊടുക്കപ്പാ, വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്നുമില്ലെന്ന്. വേഗം ഒരു മനുഷ്യൻ്റെ കയ്യിലില്ലെങ്കിൽ എന്തു ചെയ്യും? ആരും കിടന്നിടത്ത് പട്ടിണി കിടക്കില്ല. ഒന്ന് ഇറങ്ങി അടുത്ത വീട്ടിലൊക്കെ ഒന്നിച്ച് ചോദിക്കും, വല്ലതും തരാമോ, ഒന്ന് നാണക്കേടാണെങ്കിലും. അങ്ങനെ ചോദിച്ചപ്പോൾ അവർ കൊടുത്തതാണ് കുറേ അവില്. അത് വെടുപ്പാക്കി വെച്ച അവിലൊക്കെ അവർ കഴിച്ചു, ബാക്കിയുള്ളതാണ് ചിലത്. മുഴുവൻ വെടുപ്പാക്കിയിട്ടില്ല. അങ്ങനെ നെല്ലും കല്ലും മുള്ളുമൊക്കെ ആയിട്ടുള്ള കുറേ കിട്ടി. അതൊരു കീറത്തുണിയിൽ പൊതിഞ്ഞ് കൊടുത്തു. അത് തോളത്തിട്ടിട്ടാണ് പാവം ഇദ്ദേഹം പോയത്. ഞാൻ എന്തിനാണ് അത് പറയണത്? ശ്രീമദ് ഭാഗവതം എല്ലാം തരുന്ന്. നിങ്ങൾക്ക് എന്താ ആവശ്യം പറയും. ഭൗതികത വേണോ? ഇഷ്ടം പോലെ തരും. ആധ്യാത്മികത വേണോ? അയ്യോ പറയേ വേണ്ട, ചോദിക്കാതെ തരും. എന്താ നിങ്ങൾക്ക് ആവശ്യം? സുദാമാവൻ്റെ ചരിത്രം എന്തിനാ ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അവിടെ അങ്ങോട്ട് ചെന്നപ്പോൾ ആ പഴയ ചങ്ങാതി, എത്ര കൊല്ലം മുമ്പാണ് അവർ കണ്ടിരിക്കുന്നത്. ഈ വരുന്ന മനുഷ്യൻ ഒരു പൊളിഞ്ഞ ഓലക്കൊടയും കക്ഷത്തെന്തോ തൂങ്ങുന്നുണ്ട്. ആടി കാറ്റത്ത് വരുമ്പോൾ ഓലക്കൊട അനങ്ങുമ്പോൾ ഈ കക്ഷിയും ശക്തിയില്ല, അനങ്ങിക്കൊണ്ട് വരിക. മനസ്സിലാക്കിയല്ലോ കൃഷ്ണൻ, ഇത് നമ്മുടെ പഴയ സുഹൃത്ത് സുദാമാവാണെന്ന്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് തൻ്റെ ആസനത്തിലിരുത്തി കാല് കഴുകി. രുക്മിണി വളർത്തു വശായി. എന്താ എൻ്റെ ഭർത്താവ് ഈ കാണിക്കുന്നത്? ചങ്ങാതിമാരുണ്ടാവാം, ഇങ്ങനെയൊരു ചങ്ങാതി ഉണ്ടാവും. നോക്കൂ, അതിൽ പങ്കുചേർന്നു. എന്നിട്ടുണ്ടായി അവിടെ ചെന്ന് കൃഷ്ണൻ അങ്ങോട്ട് തുടങ്ങി. ഗീത പറയുന്ന ആളാണല്ലോ. കൃഷ്ണനുണ്ടോ സംസാരത്തിന് വല്ല കുറവും? രാത്രി മുഴുവനും പൊരിഞ്ഞ സംസാര. എന്താ സംസാരം? സുദാമാവൊന്നും മിണ്ടില്ല, കൃഷ്ണനാണ് പറയണത്. ഈ പാവത്തിന് വല്ലതും പറയാൻ പറ്റുമോ? ഒന്നുമില്ല പറയാനേ. എന്തിനെക്കുറിച്ചാണ് പറയുക? തൻ്റെ ദാരിദ്ര്യമാണ്, അത് പറയാൻ ഇഷ്ടപ്പെടുന്നുമില്ല. തൻ്റെ കുടുംബത്തിലൊരു നല്ല ചരിതം എന്ന് പറഞ്ഞ് പറയാൻ അവിടെ ഒരു വകയില്ല. എന്നിട്ടാണ് ഒന്നും മിണ്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും മിണ്ടിയില്ല. കക്ഷത്തുനിന്ന് പിടിച്ചു വലിച്ചു, തുറന്നു, അതിൽ നിന്ന് ഒരു പിടി കഴിച്ചു. അയ്യോ എന്തൊരു സ്വാദാപ്പാ അത്!
ദ്വാരകയിലും അതിനു മുൻപും എൻ്റെ അമ്മയെല്ലാം വളരെ നന്നായി ശുശ്രൂഷിച്ച് ഏറ്റവും നല്ല സാധനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. എത്ര തവണ അവിൽ ചെലുത്തി തന്നു എനിക്ക്. ആ അവിലിനൊന്നും ഈ സ്വാദില്ല. ഇത് എന്ത് ഗ്രഹപ്പഴയപ്പോൾ അത് എവിടുന്നാണ് ഈ സ്വാദ് വന്നത്? അല്പസ്വല്പം കല്ലുണ്ട് കടിക്കാൻ, പക്ഷെ അതിനൊന്നും അവിടെ ശോഭയില്ല. ആ അവിലിൻ്റെ അമൃതമയത്വം. എന്നിട്ട് ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോയി. ചോദിച്ചുമില്ല, കൊടുത്തുമില്ല. പോകുമ്പോഴാണ് സുദാമാവിന് വിഷമം. എന്താ വിഷമം? അയ്യോ ഞാൻ സുശീലയോട് എന്താ പറയുക? എന്നെ പറഞ്ഞയച്ചത് എന്തിനാ? എൻ്റെ ബുദ്ധിമുട്ട് പറയാനല്ലേ. ആ ബുദ്ധിമുട്ടിനെ പറ്റി സംസാരിച്ചേ ഇല്ലല്ലോ. ഒരു രാത്രി മുഴുവൻ ഞാൻ കഴിച്ചു കൂട്ടി. അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ടു. ഞാനും എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് എനിക്ക് തോന്നിയില്ലല്ലോ. ഇനി ഞാൻ സുശീലയുടെ അടുത്ത് എന്താ പറയുക ചെന്നാൽ? വിഷമായി. പോയത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. ഇപ്പോൾ വരണതോ അഭിശപ്ത ഭാവത്തോട് കൂടിയിട്ടാണ് വരണത്. ഇവിടെ വന്നപ്പോൾ ഉണ്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ ഞാൻ പറയുന്നത്? ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് മനസ്സിലാവണില്ല തൻ്റെ നാടും കുടിയുമെന്നു. അവിടെ ഒക്കെ പ്രകൃതം മാറിയിരിക്കുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ആ വീട്ടിൻ്റെ പേരിൽ ആ ഗ്രാമം മുഴുവനും വ്യത്യസ്തമായിരിക്കും. ഒക്കെ പുതിയ കെട്ടിടങ്ങളാണ്, നവനവ ദൃശ്യങ്ങൾ. എവിടെയാണ് പോണ്ടേ, എന്താ പോണ്ടേ? ഇത് നമ്മുടെ വീട് തന്നെയാണോ? വട്ടം തിരിഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി, സുശീലയ്ക്ക്. ആളെ പറഞ്ഞയച്ചു, ഇവിടെ തന്നെയാണ് വരൂ എന്ന് പറഞ്ഞിട്ട്. നോക്കൂ, ഇതാണ് സ്ഥിതി. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഭാഗവതം വേണ്ട അത് പറയാൻ. ഞാൻ നിങ്ങളോട് പറയണു, ഈശ്വരഭജനം ചെയ്യുന്ന കളങ്കമില്ലാത്ത ഭക്തൻ്റെ സർവവും ഭഗവാൻ നോക്കി രക്ഷിക്കും. കാലണ നിങ്ങൾ ഈശ്വരന് കൊടുക്കേണ്ട പ്രീമിയമായി. നമ്മളെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ പ്രീമിയം മേടിച്ച് അതിൻ്റെ പലിശയും മികവൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് പൈസയെ നിങ്ങൾക്ക് മടക്കി തരുള്ളൂ. ഭഗവാൻ ഒരു പൈസ നിങ്ങൾ കൊടുക്കണ്ട. പക്ഷേ നിങ്ങൾ കൊടുക്കണം എന്ത്? അവനവൻ്റെ മനസ്സും അവനവൻ്റെ ഹൃദയവും കൊടുക്കണം. ഈ ഹൃദയം എൻ്റെയല്ല, ഈ മനസ്സ് എൻ്റെയല്ല. അങ്ങ് ഇവിടെ വന്നിരിക്കൂ, അങ്ങേനാണ്, അങ്ങയ്ക്കുള്ള സ്ഥാനമാണ്. മക്കൾക്കും കുട്ടികൾക്കും പഠിപ്പിനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും കേമത്തിനും സ്വാധീനത്തിനുമുള്ളതല്ലാതെ ഈശ്വരനെ മാത്രം പ്രതിഷ്ഠിക്കാനുള്ളതാണ് എൻ്റെ നിഷ്കളങ്കമായ ഹൃദയം എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവണം. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക. എന്തിനാ ഞാനിത് പറഞ്ഞത്? ജീവിതം സുഭഗമാക്കുന്ന ശ്രീമദ് ഭാഗവതം. ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും സുഭഗമാകും, ഓരോ വശവും സുഭഗമാകും. ജീവിതത്തെ മുഴുവനും സൗഭാഗ്യത്തിലും സുഭഗതയിലും മുക്കിയെടുക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂപ്പാ, ഒന്ന് കേൾക്കൂ, അതിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കൂ. ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കാൻ വളരെയധികം വക നൽകുന്നതാണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഷ, പദപ്രയോഗം, സന്ധികൾ, പല വിധത്തിലുള്ള വൃത്തത്തിലുള്ള ശ്ലോകങ്ങൾ, മൊത്തത്തിൽ അനുഷ്ഠുപ്പ് ശ്ലോകങ്ങളാണ്. പക്ഷേ എത്രയെത്ര വൃത്തങ്ങളാണ്! എന്ത് രസമായിട്ടാണ് ഓരോരോ സ്ഥലത്തും വൃത്തങ്ങൾ ഉപയോഗിച്ച് പാടിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജീവിതം സുഭഗമാക്കുന്ന ശ്രീമദ് ഭാഗവതം. ഈ ശ്രീമദ് ഭാഗവതത്തെയാണ് നൈമിഷാരണ്യത്തിൽ കഴിഞ്ഞ 18 കൊല്ലമായി തത്വസമീക്ഷാ സത്രം ജ്ഞാന മഹോത്സവമായി ഞങ്ങൾ കൊണ്ടാടി വരുന്നത്. ജ്ഞാന മഹോത്സവമാണിത്. അവിടെ കാലത്ത് 8:30 മണിക്ക് 9 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6 മണി 6:30 മണി വരെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പല ഭാഗങ്ങളും, ഓരോ സ്കന്ധങ്ങളാവും ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അതിൽ ഇന്ന ഭാഗങ്ങൾ പറയണം നിങ്ങൾ. ഭാഗവതത്തിൽ വേദവ്യാസൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിൽ ഊന്നി നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ വിഷയങ്ങളും പടർന്ന് നന്നായി പ്രവചനം ചെയ്യണം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഭാഗവത പണ്ഡിതന്മാർ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അവർ പഠിച്ചതൊക്കെ സപ്താഹം നടത്താനാണ്.
അതിൽ കഥ പറഞ്ഞ് റോഡോം അങ്ങോട്ട് പറഞ്ഞ് പോകാനല്ലേ പറ്റുള്ളൂ. ഇതിപ്പോൾ കഥ പറയണ ചോദ്യം വരുന്നില്ല. നിങ്ങൾ അതിലുള്ള സംസ്കൃത ശ്ലോകങ്ങളുണ്ടല്ലോ, ആ ശ്ലോകങ്ങൾ എടുത്ത് വിവരിക്കൂ എന്ന് പറഞ്ഞ് അതിന് പറ്റിയ ആൾക്കാരെ കിട്ടാൻ വിഷമാണ്. തിരഞ്ഞെടുത്ത് ഇപ്പോൾ ചെറുപ്പക്കാരും ചിലരൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ കേൾക്കേണ്ടതാണ്. നൈമിഷാരണ്യത്തിലുള്ള തത്വമൂല്യ സിദ്ധാന്ത ദ്യോതകമായ തത്വപ്രവചന പരമ്പര എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തവണ കൊറോണ കാരണം മനുഷ്യർ കൂടിച്ചേർന്ന് ഇരിക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ടല്ലോ. 2000, 3000, 4000 ആൾക്കാരൊക്കെയാണ് അവിടെ വരുന്നത്. കഴിഞ്ഞ കൊല്ലം ഞങ്ങളൊരു സഭാനികേതൻ നിർമ്മിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരുവിധമൊക്കെ നടന്നു, പൂർണ്ണമായി പണി നടത്തിയിരുന്നില്ല. എന്നാലും അവിടെ വെച്ചിട്ടാണ് കഴിഞ്ഞ കൊല്ലത്തെ സത്രം നടത്തിയത്. ഇക്കൊല്ലം അത് ഉദ്ഘാടനം ചെയ്യണം സത്രത്തിന് മുൻപ്, അല്ലെങ്കിൽ സത്രത്തിൻ്റെ തുടക്ക ദിവസം എന്ന് വിചാരിച്ചു. അതും ഇത്തവണ നടത്താൻ പറ്റിയില്ല, ഓൺലൈനിലേ നടത്താൻ പറ്റിയുള്ളൂ. അപ്പോൾ പല ആൾക്കാരും ഈ ഓൺലൈനിലൂടെ ഇത് പുതിയതായിട്ട് കേൾക്കുന്നുണ്ടാവും. അവരെ എല്ലാവരെയും ഞാനിതാ മനസ്സാ ആലിംഗനം ചെയ്ത് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം സുഭഗമാകണമെങ്കിൽ ശ്രീമദ് ഭാഗവതം നിങ്ങൾക്ക് സന്തത സഹചാരിയാകണം. ശ്രീമദ് ഭാഗവതത്തെ നിങ്ങളുടെ കൂട്ടാളിയാക്കൂ, സ്നേഹിതനാക്കൂ, സുഹൃത്താക്കൂ. നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു മഹാഗ്രന്ഥമായി തീരട്ടെ അത്. അതിൽ 18,000 ശ്ലോകങ്ങളുള്ളത് മുഴുവൻ നിങ്ങൾ പഠിക്കണ്ട, ഗ്രഹിക്കണ്ട, ഞാൻ പറയുന്നില്ല. 10, 12, 20, 21. പക്ഷേ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ 12-ലും 21-ലും ഒന്നും നിർത്തില്ല. നിങ്ങൾക്കത് മുഴുവൻ വായിക്കണമെന്ന് തോന്നുകയായി. മാത്രമല്ല എൻ്റെ കുടുംബത്തിൽ തന്നെ വായിപ്പിക്കണം ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് എന്നുവരെ തോന്നിയാൽ എനിക്ക് അതിശയമുണ്ടാവില്ല. മധുരമാണത്. സ്വാദു സ്വാദു പദേ പദേ, സ്വാദു സ്വാദു ദിനേ ദിനേ. ഒരേ ദിവസം ചെല്ലും തോറും അത് കൂടുതൽ കൂടുതൽ സ്വാദിഷ്ടമായിരിക്കും. ഓരോ പദത്തിലും സ്വാദിഷ്ടത കൂടുതലുമാകും. ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം തുടങ്ങിയത് തന്നെ ഈ ശ്രീമദ് ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി എന്തെല്ലാമാണോ സ്വയം പറഞ്ഞിരിക്കുന്നത്, പറഞ്ഞു കൊടുക്കണം ബാക്കിയുള്ളവർക്ക് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങൾ അതിൻ്റെ മിഴിവും തികവും നിറവും മികവും പോകാതെ ജനങ്ങളെ ധരിപ്പിക്കണമെന്ന് അത് കേട്ട് നൈമിഷാരണ്യത്തിൻ്റെ 4 ഭാഗത്തുമുള്ള പലരുടെ കുടുംബങ്ങളിലും വളരെയധികം ജീവിതത്തിൽ വ്യത്യാസം വന്നു. മദ്യപന്മാർ മദ്യപാനം നിർത്തി. പൊട്ടവാക്കുകൾ സംസാരിക്കുന്ന കുടുംബങ്ങളിൽ ഒരൊറ്റ വാക്ക് പറയണില്ല. കുട്ടികൾ വരെ അച്ഛനമ്മമാരെ എതിർക്കും എന്തെങ്കിലും അസംബന്ധം പറഞ്ഞാൽ, അശ്ലീലം പറഞ്ഞാൽ. എല്ലാ വീടുകളിലും ഒരു വിളക്ക് കൊളുത്തുക എന്നൊരു സമ്പ്രദായമുണ്ട്. മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷ നന്നായാൽ നമുക്ക് സഭ്യത പൂർണ്ണമായി എന്നാണ് ഞാൻ പറയുക. നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ നല്ല ഭാഷയാവണം. അത് കേൾക്കാൻ തോന്നണം, കേട്ടിട്ട് സന്തോഷം തോന്നണം. ഒരൊറ്റ ആൾക്ക് ഉപദ്രവമോ ഹാനിയോ വരുന്ന തരത്തിലുള്ള ചിന്തയോ സംസാരമോ നമ്മുടെ മനസ്സിൽ നിന്ന് പുറപ്പെടരുത്. വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ തന്നെ പരോപകാരപ്രദമായതായിരിക്കണം. ആ സംസാരം ഭൂഷണം. വാക്കാണ് മനുഷ്യന് ഭൂഷണം. കേയൂരാണിന ഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വല. ഭർതൃഹരി വളരെ കേമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയാൻ പുറപ്പെട്ടാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. എന്തെല്ലാം നിങ്ങൾ അലങ്കരിച്ചോളൂ, അത് നിങ്ങളുടെ ശരീരത്തിന് മാത്രമേ ആവുന്നുള്ളൂ. ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും വളരുന്ന തലമുറയ്ക്കും മനസ്സിനും ബുദ്ധിക്കും അലങ്കാരം വേണമെന്നാണ്. നിങ്ങളുടെ ജീവിതം ധന്യമാകണം, സമ്പന്നമാകണം, സുന്ദരമാകണം, സുഭഗമാകണം, സുഖസമ്പൂർണമാകണം, സൗഭാഗ്യം നിറഞ്ഞു തുളുമ്പണം, സാഫല്യദീപ്തി ഉണ്ടാവണം. ഇതെങ്ങനെയാണ് സാധിക്കുക എന്ന് ആലോചിക്കൂ. ഈ ഒരൊറ്റ ഗ്രന്ഥം നിങ്ങൾക്കത് നേടിത്തരും. അതിൽ ഇറങ്ങിക്കുളിക്കൂ. തോർത്തേ വേണ്ട, അതിരിക്കട്ടെ നിങ്ങളുടെ കൂടെ. തോർത്തുമ്പോൾ ആ വെള്ളം പോവുമല്ലോ. ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ രസം അത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ.
ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും പറയുകയാണ്. ആര്? അത് രചിച്ച മഹർഷി. ഈ ശ്ലോകം വേദവ്യാസരുടെ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നിങ്ങളോട് ഇനിയൊരു സമയത്ത് സംസാരിക്കാം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. മഹാമുനി രചിച്ച ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥമുള്ളപ്പോൾ പിന്നെ എന്തിനാ വേറെ ശാസ്ത്രങ്ങൾ എന്ന് ചോദിക്കണു? ഇത് നല്ല പോലെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആസ്വാദകൻ. എന്താ കാരണം? സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ഈശ്വരഃ. ഈശ്വരനെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നമ്മൾ പിടിച്ച് കെട്ടിയിരുത്തുമത്രേ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരിയെ, ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ആരാ അത് വന്ന് പ്രതിഷ്ഠിക്കുക? നിങ്ങൾ സ്വയം. ഭാഗവതം കേട്ട് കേട്ട് ഗ്രഹിച്ച് അനുഭവിച്ച് നിങ്ങൾക്ക് സ്വയം തോന്നും, ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ ആസീനനാണ്, ഇരിക്കണു. അങ്ങനെ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണു. എങ്ങനെ? ഒരു പ്രയത്നവും ചെയ്യാതെ. ആരാ ഈ പ്രതിഷ്ഠിക്കുന്നത്? ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഇത് വേണ്ടതുപോലെ വായിച്ച് പറഞ്ഞ് അത് കേട്ടാൽ മതി അത്രേ. ആ ശ്രവണം കൊണ്ട് മാത്രം ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതനാകും. ഈ ശ്രീമദ് ഭാഗവതത്തിൽ 3 കൂട്ടം കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഒന്ന് ഭക്തി, ഭഗവാനോടുള്ള ഭക്തി. എത്രത്തോളം ഭക്തി തോന്നുന്നുവോ അത്രത്തോളം ലോകത്തോട് വിരക്തിയും തോന്നണം. ഭഗവാൻ ശാശ്വത രൂപിയാണ്, ലോകമോ നശ്വര രൂപമാണതിന്. ഈ നശ്വര രൂപം ഒരിക്കലും ശാശ്വതത്തിന് വഴിവെക്കുന്നതല്ല. അതുകൊണ്ട് ഈ നശ്വര പ്രപഞ്ചത്തെ വിട്ട് മനസ്സെപ്പോഴും ശാശ്വതമായ പരമതത്വത്തോട് അണയണം. അപ്പോൾ എത്രമാത്രം ഭഗവാനോട് ഭക്തി തോന്നുന്നുവോ അതിനനുസരിച്ച് സമാന്തരമായി ലോകത്തോട് വിരക്തിയും തോന്നണം. ഇത് രണ്ടും ഉണ്ടാവുന്നതോടുകൂടി ഭഗവത് പ്രബോധ, ഭഗവാൻ എന്താണെന്നുള്ള പ്രബോധം, അനുഭവം, സാക്ഷാത്കാരം നമുക്ക് ഉദിക്കായി. ഭക്തി മാത്രമായാൽ ഉദിക്കില്ല, വിരക്തി മാത്രമായാലും ഉദിക്കില്ല. ഇത് രണ്ടും കൂടി നമ്മുടെ മനസ്സിനെ അലങ്കരിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവത് പ്രബോധത്തിന് സെക്കൻഡുകളെ വേണ്ടൂ, മിനിറ്റുകളും കൂടി വേണ്ട. അതിനെപ്പറ്റി പറയുകയാണ്. ഭഗവാൻ നിങ്ങൾ ഈ പ്രതിഷ്ഠയോ പൂജയോ പത്മമോ ഒക്കെ ഇട്ട് പൂജിക്കുന്നുണ്ടല്ലോ, ആ പൂജ ചെയ്യുന്നത് ശരി, പക്ഷെ ആരെ പൂജിക്കണു എന്നുള്ളത് ആലോചിക്കണം. സർവവ്യാപിയായ ഭഗവാനെയാണ്. അപ്പോൾ ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ നവയോഗികൾ സംസാരിച്ചതിൻ്റെ ഒരു ഭാഗമാണ്. ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി ദിശോദ്രുമാദീൻ സരിത്സമുദ്രാംശ ഹരേ ശരീരം യത്കിഞ്ചഭൂതം പ്രണമേദനന്യഃ. ആരും കാണാതെ ക്ഷേത്രത്തിലേക്ക് പോവുക. പ്രദക്ഷിണം വയ്ക്കാനും കൂടി നാണാ. വല്ലവരും കണ്ടാലോ? ചിലർക്കൊക്കെ ഭക്തിയുണ്ട്, സ്ഥാനമാനങ്ങളും ഉണ്ട്. ചിലർ ജഡ്ജിമാരാവാം, വക്കീൽമാരാവാം, മഹാപ്രഭുക്കളാകാം, വ്യവസായ മേധാവികളാകാം, പ്രൊഫസറാകാം. അവർക്കൊക്കെ അവിടെ വന്നിട്ട് തുറന്ന വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പലരും ഒരു മൂർത്തി രൂപത്തിലോ പരിമിത രൂപത്തിലോ ഈശ്വരനെ ഭജിക്കുകയാണ്. പക്ഷേ ഭജിക്കണത് ആരെയാ? ഈശ്വരനെയാണ്. ആ ഈശ്വരൻ മൂർത്തി പോലെ പരിമിതനാണോ? അല്ലതാനും. അതുകൊണ്ട് എന്തു വേണം? മനസ്സിനെ വികസിക്കാൻ അനുവദിക്കണം. ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഖം എടുത്ത് ആദ്യം പറഞ്ഞ വാക്ക് ഖം. ഒന്ന് പറയും ഖം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആകാശം, മാനം, സ്പേസ്. 5 ഭൂതങ്ങളാണല്ലോ ലോകത്തിൽ. അതിൽ ഭൂമി വെച്ചയിടത്തിരിക്കും, ഖരവസ്തുവാണ്. വെള്ളം പരക്കും, താഴത്തേക്കും പോവും, അതിന് വ്യാപകശക്തി കൂടുതലാണ്. കാറ്റ് എല്ലായിടത്തും ചെല്ലും, കൂടുതൽ വ്യാപകമാണ്. കഴിഞ്ഞു. 3 തരത്തിലാണ് വസ്തുക്കൾ. അഗ്നി എന്ന് പറയുമ്പോൾ അത് ഊർജമാണ്, ബാക്കിയുള്ളതിൽ വ്യാപിക്കുന്നതാണത്.
എനർജിയൊക്കെ മാറ്ററിൽ പ്രസരിക്കാനുള്ളതാണ്. അത് 4 കഴിഞ്ഞു. ഇനി 5ാമത്തത് ഒരെണ്ണമുണ്ട്, ആകാശം. അത് ഇതുപോലെ ഒന്നുമല്ല. അതിന് നിറമില്ല, മണമില്ല, ഗുണമില്ല, കനമില്ല, തൂക്കമില്ല, ആകൃതിയില്ല. ആ ആകാശം അവിടെ ആരാ? ഭഗവാൻ. ഈശ്വരൻ്റെ സാന്നിധ്യം ഇതിലൊക്കെ ഉള്ളതുപോലെ ആകാശത്തിലുമുണ്ട്. ഇതൊക്കെ പരിമിതങ്ങളാണ്. അപ്പം അപരിമിതമാണ് ആകാശം. അപ്പോൾ ഈശ്വരൻ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലായിടത്തുമുണ്ട്. എല്ലായിടത്തും ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വിചാരിക്കേണ്ടത് ഖം, ആകാശത്തിൽ, വായുമഗ്നിം, പിന്നെ വായു, അഗ്നി, സലിലം മഹീം ച, വെള്ളം, ഭൂമി, ജ്യോതീംഷി സത്വാനി, പലതരത്തിലുള്ള പ്രകാശമാനമായ ഗോളങ്ങളുണ്ടല്ലോ, സത്വാനി, പല വിധത്തിലുള്ള ജീവജാലങ്ങൾ, ദിശോ ദ്രുമാദീൻ, 8 ദിക്കുകൾ, വൃക്ഷങ്ങൾ, സരിത് സമുദ്രാംശ, നദികൾ, പുഴകൾ, സമുദ്രം. എന്താ പറഞ്ഞത്? എന്തിനായി വിവരിച്ചത്? ഹരേഹ ശരീരം, ഹരിയുടെ ശരീരമാണെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളൊക്കെ ഭഗവാന്റെ പേര് പറഞ്ഞ് ഭജിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ആ ഭഗവാന്റെ ശരീരം കല്ലാണെങ്കിൽ അത് സ്ഥപതി കൊത്തിയുണ്ടാക്കിയതാണ്. ഭഗവാന്റെ ശരീരം ഏതാ? ദാ ഈ കാണുന്നതൊക്കെയാണ്. ഹരേ ശരീരം. ആകാശത്തിൽ നിന്ന് തുടങ്ങി ഖരവസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ പ്രപഞ്ചത്തിൽ, അതിലേറ്റവും ചെറിയ അണുപര്യന്തം എല്ലാ ദിക്കും ഒന്നിച്ചു കൂട്ടിപ്പിടിച്ച് ശ്രീഹരിയുടെ പ്രത്യക്ഷ ശരീരമാണ്, സ്ഥൂല ശരീരമാണ് എന്ന് വിചാരിച്ച് യത് കിഞ്ചഭൂതം പ്രണമേദനന്യ, അനന്യഭാവം. എന്താ അത്? ഭഗവാനല്ലാത്തതൊന്നുമില്ല എന്നുള്ള തോന്നലോടുകൂടി എന്തെല്ലാം എൻ്റെ മുമ്പിൽ ഭവിച്ചതായി ഞാൻ കാണുന്നുവോ അത് മുഴുവനും എൻ്റെ ഭഗവാന്റെ പ്രത്യക്ഷ ശരീരമാണെന്ന് കണക്കാക്കി പ്രണമേത്. നിങ്ങൾ ദേഹം കൊണ്ട് നമസ്കരിച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. പക്ഷേ ഈ കാണുന്നത് മുഴുവനും നമ്മുടെ പ്രണാമം അർഹിക്കുന്നു, ഞാൻ പ്രണമിക്കുന്നു. ഇത് വിട്ട് നിങ്ങൾക്കൊരു വൈകുണ്ഠം കിട്ടാൻ പോകുന്നില്ല, ഒരു കൈലാസവുമില്ല. ഒക്കെ ഈ പാഞ്ചഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലാണ്. അത് മുഴുവനും ശ്രീഹരിയുടെ ശരീരമാണെന്ന് വിചാരിച്ച് അനന്യഭാവത്തോടു കൂടി നമസ്കരിക്കണം. നോക്കൂ കൂട്ടരെ, ഇങ്ങനെ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ പഴയ ആളാവില്ല, പുതിയ ആളാവും. കടുക് പോലെയുള്ള നിങ്ങളുടെ മനസ്സ്, കടുമാങ്ങ പോലെയുള്ള നിങ്ങളുടെ മനസ്സ് അണ്ഡകടാഹങ്ങളെ കൂടി തട്ടിമറിച്ച് വികസ്വരമായി ആകാശത്തേക്കാൾ വ്യാപകമായി തീരും. ആ മനസ്സിൻ്റെ വ്യാപകത, അവിടെയാണ് ഈ ഭഗവത് സാന്നിധ്യം എന്ന് പറയുന്നത്. ഭഗവാൻ ആകാശത്തെപ്പോലെ സർവത്ര വിരാജമാനനാണല്ലോ. ഭക്തി പരേശാനുഭവോ വിരക്തി അന്യത്ര ചൈഷതൃക ഏകകാല പ്രപദ്യമാനസ്യ യഥാശ്നതസ്യു തുഷ്ടി പുഷ്ടി ക്ഷുതപായോനുഘാസം. മിക്കവാറും നിങ്ങൾ ആരും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. ഇതാണ് കേൾക്കേണ്ടത് ഇതാണ്. അപ്പോഴേ നിങ്ങളുടെ മനസ്സ് വികസിക്കുള്ളൂ, നന്നാവുള്ളൂ, ഉരുകുള്ളൂ, അതിന് ദിവ്യത്വം കിട്ടൂ. മുഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. എത്ര വിലപിടിച്ച പുഷ്പങ്ങൾ കൊട്ടയ്ക്ക് കൊണ്ടുവന്ന് പൂജിച്ചോളൂ, എന്താ ഉണ്ടാവണത്? ഇവിടെ നിൽക്കണ പുഷ്പം അവിടെ ആയി തീർന്നു, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യം നമ്മുടെ ഉള്ള് വികാസമാണ്. ഉള്ള് വികസിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ മനസ്സിൽ വികസ്വരമായിരിക്കുന്ന വിചാരങ്ങൾ, ഭാവങ്ങൾ വരണം. ബുദ്ധിയിലുള്ള ആലോചനയും അതുപോലെയാകണം. പരീക്ഷിത്ത് മഹാരാജാവ് എവിടേക്ക് പോയി? എത്ര പ്രദക്ഷിണം വെച്ചു, ഏതേത് ക്ഷേത്രങ്ങളിലേക്ക് പോയി? ഒരിടത്തേക്കും പോയില്ല. പാവം. ഭക്ഷണവും കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല. ഇരിപ്പ്, ചെവി മാത്രം തുറന്ന് ശുഗമഹർഷി തോരാതെ പെയ്ത മഴയുണ്ടല്ലോ, അത് മുഴുവനും ചെവിയിലൂടെ ഉൾക്കൊണ്ടു. ഭക്തി പരേശാനുഭവോ വിരക്തി. കൂട്ടരെ, ഭാഗവതത്തിലുള്ള ഈ 2 വരികൾ വിലമതിക്കാൻ ഇന്നും ആർക്കും സാധിച്ചിട്ടില്ല. ഭക്തി, ഭഗവാനോട് തോന്നുന്ന സ്നേഹമസൃണത, പരേശാനുഭവോ,
എല്ലാറ്റിനും മീതെയുള്ള ഈശനുണ്ടല്ലോ, ആ ഈശൻ്റെ അനുഭവം. വിരക്തി അന്യത്ര, അതല്ലാത്തതിനോടെല്ലാം വിരക്തിയും. ച ഏഷ തൃക ഏകകാല, ഒരേ കാലത്ത് ഇത് മൂന്നും ഉണ്ടാകുമത്രേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറയണത്? ഒരേ സമയം ഭഗവാനോട് ഭക്തി, പരേശനെ സംബന്ധിച്ച അനുഭവം, ബാക്കിയുള്ളതിനോടെല്ലാം വിരക്തി ഒരേ സമയത്തുണ്ടാവുന്നു. അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ കുറേശ്ശെ ഭക്തി, കുറേശ്ശെ വിരക്തി, അത് കഴിഞ്ഞ് ദശാബ്ദങ്ങൾക്ക് ശേഷം പരേശാനുഭവം അല്ല എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. പ്രപദ്യമാനസ്യ യഥാ അശ്നതസ്യുഹു, ഇങ്ങനെ ആശ്രയിക്കണം. എങ്ങനെ? ഖം വായുമഗ്നിം സലിലം മഹീം ച, ഞാൻ ആരാധിക്കുന്ന, ഉപാസിക്കുന്ന, സ്തുതിക്കുന്ന, ആദരിക്കുന്ന ഭഗവാൻ ആ പടത്തിലോ ബിംബത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല. അവൻ പഞ്ചഭൂതങ്ങളിൽ അത്രയും വികസ്വരമാണ്. ഒരുപോലെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് എവിടെ നിങ്ങൾ എങ്ങനെ നമസ്കരിച്ചാലും അത് ഭഗവാനുള്ള നമസ്കാരമാണ്. ഒരിടത്തേക്കും നിങ്ങൾ പോണ്ട, വഴിയിൽ നമസ്കരിച്ചോളൂ, പശുവിനെ നമസ്കരിച്ചോളൂ, നിങ്ങളുടെ വീട്ടംഗങ്ങളെ നമസ്കരിച്ചോളൂ, നിലത്ത് നമസ്കരിച്ചോളൂ, സൂര്യനെ നോക്കി നമസ്കരിച്ചോളൂ, ചന്ദ്ര നക്ഷത്രങ്ങൾ നോക്കി നമസ്കരിച്ചോളൂ. എവിടെ എപ്പോൾ നമസ്കരിച്ചാലും അത് മുഴുവനും ഭഗവാനാണെന്ന് തോന്നി അനന്യഭാവത്തോടു കൂടി നമസ്കരിച്ചാൽ എത്ര ദിവസം നമസ്കരിക്കേണ്ടി വരും? അധികമൊന്നും ദിവസം നമസ്കരിക്കേണ്ടി വരില്ല. അപ്പോഴേക്കും മനസ്സ് വികസ്വരമായി 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 പ്രപദ്യമാനസ്യ, ഈ മാതിരി ഭഗവാനെ ചിന്തിച്ച് ആശ്രയിക്കുന്നവന് യഥാശ്നതസ്യുഹു, നല്ല വിശപ്പോടുകൂടി ഊണ് കഴിക്കുന്നവന് എന്താ ഉണ്ടാവുന്നത്? തുഷ്ടിഹി പുഷ്ടിഹി ക്ഷുതപായോനുഘാസം. ഓരോ കൈകൊണ്ട് പിടിച്ച് ഓരോ ഉരുള കഴിക്കുമ്പോഴും, ഓരോ കൈ കഴിക്കുമ്പോഴും എന്തൊരു രുചിയാണ് നാവിൽ, വായിൽ. പുഷ്ടിഹി, ശരീരത്തിന് പോഷണം. വല്ലാതെ വിശന്ന് ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കപ്പോൾ ഒരു ഉരുള കഴിച്ചാൽ ശക്തിയായി, രണ്ടാമത്തേത് കഴിച്ചാൽ അത് കൂടി. സ്വാദോ പറയണ്ട. ക്ഷുതപായോനുഘാസം, വിശപ്പടം. മനസ്സിന് തുഷ്ടിയും ദേഹത്തിന് പുഷ്ടിയും വിശപ്പടങ്ങലും ഒരേ സമയം ഉണ്ടാകുന്നത് പോലെ ഭക്തി പരേശാനുഭവോ വിരക്തിരന്യത്ര ചൈഷ തൃക ഏകകാല. ഇത്യച്യുതാഘ്രിം ഭജതോനുവൃത്യ ഭക്തിർവിരക്തിർഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് കോണിപ്പടി കയറുന്ന പോലെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഓരോന്ന് പടിപ്പടിയായി കിട്ടും ഭഗവാന്, ഭക്തന്. ഇങ്ങനെ അച്യുതാഘ്രിം ഭജതോനുവൃത്യ, തൻ്റെ ഓരോ പ്രവൃത്തിയിലൂടെ, വ്യാപാരത്തിലൂടെ ഇങ്ങനെ അച്യുതനെ ഭജിക്കുന്ന മനുഷ്യന് ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ, ഭക്തി വിരക്തി ഭഗവത് പ്രബോധം ഭവന്തി വൈ ഭാഗവതസ്യ, അവൻ ഭാഗവതനായിക്കഴിഞ്ഞു. അവൻ ലോകത്തിൽ ജീവിക്കുന്നു, കല്യാണം കഴിഞ്ഞു, കുട്ടികളുണ്ടാവാം, വലിയ വ്യവസായ മേധാവിയാവാം, പ്രൊഫസറാവാം, ടീച്ചറാവാം, ആരോ ആവട്ടെ, കോർപ്പറേറ്റ് ഒഫീഷ്യൽ ആരോ, ആ ആള് ഭഗവാന്റെ ആയിക്കഴിഞ്ഞു, ഭാഗവതൻ അല്ലേ രാജൻ. തതഃപരാം ശാന്തിമുപൈതി സാക്ഷാത്. അതിനുശേഷമാണ് അങ്ങേ അറ്റത്ത അചഞ്ചലമായിരിക്കുന്ന ശാന്തി കൈവരുന്നത്. മനുഷ്യജീവിതത്തിലെ ആവശ്യങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടല്ലോ. ഭാഗവതം ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ അവസാനമില്ലാത്തതാണ്. 18,000 ശ്ലോകങ്ങളുണ്ട്. ഇങ്ങനെ വിശേഷപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ സാധാരണക്കാർക്ക് എന്തൊക്കെയാണ് ആവശ്യം, എന്താണ് അവർക്ക് ഉണ്ടാവുക? അനുഷ്ഠാന രൂപത്തിൽ എത്ര അനുഷ്ഠാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ? ആചാരവും അനുഷ്ഠാനവും എന്ന് പറഞ്ഞാൽ എണ്ണി ഒടുങ്ങില്ല. ഇതൊക്കെ നമുക്ക് പിന്നാലെ പോകാൻ പറ്റുമോ? അപ്പോൾ ഇതിനെ ചുരുക്കി ഒന്ന് ക്രോഡീകരിച്ച് ഈ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ അസലായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ജ്ഞാനം, ഭക്തി, കർമ്മം എന്ന് പറയുന്ന 3 യോഗങ്ങളാണ് നമുക്ക്. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഇത് വല്ലതും അംഗീകരിക്കുന്നുണ്ടോ ഭാഗവതം? ഇവിടെ പറയുന്നുണ്ടല്ലോ, ശ്രീകൃഷ്ണൻ പറയാണ്, യോഗാസ്ത്രയോ മയാ പ്രോക്താൻ ഋണാം ശ്രേയോ വിധിസ്സയാ ജ്ഞാനം കർമ്മജ ഭക്തിശ്ച നോപായോന്യോസ്തി കുത്രചിത്. എല്ലാം കൂടി ഉദ്ധവ ഞാൻ പറയാം, കേട്ടോളൂ. 3 യോഗമാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ് പ്രചരിപ്പിച്ചു പോന്നിട്ടുള്ളതാണ്. നൃണാം ശ്രേയോ വിധിസ്സയാ, മനുഷ്യരുടെ ശ്രേയസ്സിന് വേണ്ടി, പ്രേയസിനോ സമ്പത്തിനോ മാത്രം വേണ്ടിയല്ല, മനുഷ്യന് ശാശ്വതമായ ശ്രേയസ് ഉണ്ടാവണം എന്ന് വിചാരിച്ച് 3 യോഗമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ജ്ഞാനം കർമ്മജ ഭക്തിശ്ച, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. നോപായോന്യോസ്തി കുത്രചിത്, നീ എവിടെ ചെന്നാലും ഇതല്ലാതെ 4മതൊന്നും ഉണ്ടാവില്ല. ഈ 3 തന്നെ. നിർവിഡ്ഢാനാം ജ്ഞാനയോഗോ ന്യാസിനാമിഹ കർമ്മസു. ആർക്കാണ് ഈ ജ്ഞാനയോഗം? നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയണത്? ജ്ഞാനം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ സദാ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മനനം ചെയ്തും ആലോചിച്ചും വിശകലനം ചെയ്തും വിമർശിച്ചും താരതമ്യ പഠനം നടത്തിയും തുലനം ചെയ്ത് നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ജ്ഞാനം. ബുദ്ധിയുടെ ഇൻവോൾവ്മെൻറ്റ്, വ്യാപാരമാണത്. അപ്പോൾ ലോകത്തോട് വൈരാഗ്യം തോന്നിയിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, അവർക്കാണ് ജ്ഞാനയോഗം. അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് അർജുനനോട് പറഞ്ഞത്, നീ കർമ്മം ചെയ്ത് കാര്യം നേടാനേ പറ്റുള്ളൂ എന്ന്. ന്യാസിനാമിഹ കർമ്മസു. അവരുടെ മനസ്സിൽ തോന്നുകയാണ്. നമ്മുടെ ആശ്രമത്തിൽ ഞാനിത് പറയുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ഉദ്യോഗം ഭരിക്കുന്ന ഒരു കുട്ടി വന്നിട്ടുണ്ട്. അവനൊരു 1 മാസമായി എനിക്ക് എഴുതിക്കൊണ്ടിരിക്കുക. എന്താ എഴുതുന്നത്? സ്വാമിജി, ഞാൻ ആഫീസിൽ ഉദ്യോഗത്തിന് പോയി വരുന്നതിൽ ഒരർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരർത്ഥമില്ല. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രയോജനമുള്ളത് വേറെ എന്തോ ആണ്. സ്വാമിജി എന്നെ ആശ്രമത്തിലേക്ക് ഒന്ന് വിളിക്കുമോ? ഞാൻ വരട്ടെ. ഞാൻ ജോലി വിടാൻ പോവുക. ഞാൻ ആദ്യമായിട്ട് ഉടനെ എഴുതി, കയ്യിലുള്ള ജോലി വിട്ടുപോകരുത് എന്ന്. വിട്ടുപോയിട്ട് വർത്തമാനം പറയരുത്. ആ ഉള്ള ജോലി സൂക്ഷിച്ചു കൊണ്ടിരിക്കും. തനിക്ക് ജോലി വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ജോലി ചെയ്തോളൂ, കിട്ടുന്ന വരുമാനം തനിക്ക് ഉപയോഗിക്കരുത്, കൊടുക്കുക, താൻ ഉപയോഗിക്കരുത്. അങ്ങനെ വേണമെങ്കിൽ ഒരു വ്യവസ്ഥയിൽ ജോലി ചെയ്തോളൂ, പക്ഷേ ജോലി വിടാൻ പാടില്ല. ആ കുട്ടി ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുക. അവന് ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് നാളെയും കൂടിയിട്ട് ദീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുക. ആ കുട്ടിക്ക് വിവാഹിതനാണ്, ഒരു കുട്ടിയും ഉണ്ടാവാൻ പോലും. അവൻ്റെ മനസ്സിൽ ഈ തോന്നുന്ന തോന്നൽ നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കും, വിശദീകരിക്കും? ഇപ്പോഴും അവൻ പറയണത്, എനിക്കിതിൽ താല്പര്യമില്ല, ഇതല്ല ശാശ്വതം, അർത്ഥമുള്ളത് വേറെ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. വെറുതെ പറയല്ല. അപ്പം ചില കൂട്ടരങ്ങനെയുണ്ടെന്ന്. നിർവിണ്ണാനാം ജ്ഞാനയോഗോ, അവർക്ക് നിർവേദം വന്നിട്ടുള്ളവരാ. അവർ വേണ്ടി വന്നാൽ കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ ഒരു മടിയില്ല, തയ്യാറുമാണ്. ന്യാസിനാമിഹ കർമ്മസു തേഷു അനിർവിണ്ണ ചിത്താനാം കർമ്മയോഗസ്തു കാമിനാം. അപ്പോൾ വൈരാഗ്യമുള്ളവർക്ക്, കർമ്മം വേണ്ട എന്ന് തോന്നുന്നവർക്ക് ജ്ഞാനയോഗം, വൈരാഗ്യം വന്നിട്ടില്ലാത്തവർക്ക് കർമ്മയോഗം. അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, വൈരാഗ്യമില്ല, എന്നാൽ ഭഗവാനോടും യോഗത്തിനോടുമൊക്കെ താല്പര്യവുമുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഇടനിലയിലുള്ള കർമ്മയോഗം. ഇനി ഭക്തന്മാരാരാ? കേട്ടോളൂ. യദൃച്ഛയാമത്കഥാദൗ ജാതശ്രദ്ധസ്തു യഃ പുമാൻ ന നിർവിണ്ണോ നാദിസക്തോ ഭക്തിയോഗോസ്യ സിദ്ധിദഃ. ശ്രീമദ് ഭാഗവതമോ അതുപോലെയുള്ള ഉപനിഷത്തുകളോ ശാസ്ത്രങ്ങളൊക്കെ സംസാരിക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്, തീരെ ഇല്ലാതെയായിട്ടില്ല. എവിടെ നോക്കിയാലും ആരെങ്കിലും ഒരാൾ, അറിവുള്ള ഒരാളെ കൊണ്ടുവന്ന് ഒരു മേടയുണ്ടാക്കി 10 ആളോടോ 50 ആളോടോ 100 ആളോടോ 200 ആളോടോ സംസാരിപ്പിക്കുക. ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ തോന്നുക. നമ്മുടെ ഇവിടെ വരുന്ന ഒരു നടരാജൻ എന്ന് പറഞ്ഞിട്ടൊരു ഭക്തനുണ്ട്. അദ്ദേഹം നല്ല വലിയൊരു എൻജിനീയറും ഒക്കെയാണ്, ആയിരുന്നു ഗവൺമെൻറ്. അതൊക്കെ ഒരു ദിവസം എന്നോട് പറയുക, സ്വാമിജി,
ഞാനൊരു ദിവസം ആഫീസിൽ പോയിട്ട് എന്തോ ഒരു മുടക്കം വന്നു. തിരിച്ചു വരുന്ന സമയത്ത് ഒരു ലെക്ചർ നടക്കുന്നു അധ്യാത്മമായിട്ട്. ആ ലെക്ചർ നടക്കുന്ന സമയത്ത് എന്തോ എതിർച്ചയായിട്ട് ഒന്ന് അങ്ങോട്ട് പോകണമെന്ന് തോന്നി. പോയപ്പോൾ എനിക്കത് മുഴുവൻ കേൾക്കണമെന്ന് തോന്നി. അവിടെ കേട്ടുകൂടി. അതാണ് എൻ്റെ ജീവിതത്തിലെ മാറ്റം. ആ പോയത് എതിർച്ചയായിട്ടാണല്ലോ. അതാണ് ഇവിടെ പറയണത്. എതിർച്ചയാ മത്കഥാദൗ ജാതശ്രദ്ധസ്തു യഃ പുമാൻ. വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ട് പോയിട്ടല്ല. ഇപ്പം നൈമിഷാരണ്യത്തിൽ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടക്കുമ്പോൾ പലരും പുതുതായിട്ട് വരും. വരുമ്പോഴാണ് അവർക്കൊരു മാറ്റം വരണത്. അയ്യോ, ഇത്ര നാൾ ഞാനിത് ശ്രദ്ധിച്ചില്ലല്ലോ. എതിർച്ചയാ ചെന്നു. എന്നിട്ട് എൻ്റെ കഥ മുതലായിട്ടുള്ള കാര്യങ്ങളിൽ അവിടെ നടത്തുന്ന വിവരണങ്ങളിൽ ജാതശ്രദ്ധസ്തു, പെട്ടെന്ന് ശ്രദ്ധ ജനിച്ചു. യഃ പുമാൻ, ആർക്കാണോ ഇങ്ങനെ ഉണ്ടാവുന്നത്. ന നിർവിണ്ണോ, ആ ആൾക്ക് വലിയ വൈരാഗ്യമൊന്നുമില്ല ലോകത്തോട്. നാദിസക്തോ, എന്നാൽ അതിര് കടന്ന സ്നേഹമോ താല്പര്യമോ ആർത്തിയോ ഉണ്ടോ, അതുമില്ല. അങ്ങനത്തെ ആൾക്കാണ് ഭക്തിയോഗോസ്യ സിദ്ധിത. ഭക്തിയോഗോസ്യ സിദ്ധിത, അവനാണ് ഭക്തിയോഗം. ഇങ്ങനെ 3 തരത്തിലുള്ള യോഗാനുഷ്ഠാനങ്ങളാണ്. ഈ ഭക്തി എങ്ങനെ വളരും എന്ന് ചോദിച്ചാൽ, ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇത് പ്രഹ്ലാദൻ, കൊച്ചു പ്രഹ്ലാദൻ പറയുന്നതാണ്. അതിലാദ്യം പറയാണ് ശ്രവണം കീർത്തനം വിഷ്ണോ. ആദ്യമായിട്ട് നാമം ജപിക്കാൻ പലർക്കും തോന്നില്ല. നാമം ജപിക്കുക, നമ്മളൊക്കെ ലോകത്തിൽ ജനിച്ച് പഠിച്ച് അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ഭക്തി? ഇല്ലല്ലോ. അവിടെയൊക്കെ ഭോഗമല്ലേ പഠിപ്പിക്കണത്. അത് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി കേമനായി. ഇതാണ് എല്ലാവരുടെ മനസ്സിലുള്ള വിചാരം. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഭഗവാന്റെ പേരൊന്നും പറയാനോ കീർത്തനം ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അവർ ആദ്യമായിട്ട് കേൾക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ കാലത്ത് ആരും വേണ്ട, നമുക്ക് യൂട്യൂബിലൊക്കെ സംഗതികളുണ്ട്. അപ്പോൾ ആരും കാണാതെ മുറിയിലിരുന്ന് കേൾക്കാം. അങ്ങനെ കേൾക്കുക. കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പ്രകൃതമൊക്കെ മാറും, എല്ലാം മാറും. ഇതേതുപോലെയെന്നറിയോ? ആദൗ വധൂ ഭർതൃഗൃഹം സ്വഗേഹാത് ഗന്തും യഥാ രോദിതി നീയമാന തദശനൈഃ ഭർതൃസുഖാവബോധാത് നൈവേഹതേ മാതൃഗൃഹം പ്രയാതും. ഒരു പെൺകുട്ടി 18, 20, 22 വയസ്സ് അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ വളർന്ന് വളരെ ലാളിപ്പോട് കൂടി കഴിഞ്ഞുകൂടി. അവസാനം കല്യാണം കഴിച്ച് കൊടുത്ത് ഭർത്താവിൻ്റെ കൂടെ അയക്കുമ്പോൾ എന്തുമാത്രം കരഞ്ഞുകൊണ്ടാണ് പോവാന്നറിയോ? അമ്മയെ കെട്ടിപ്പിടിച്ച് വിടുകയില്ല. അപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് ഭർതൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ യഥാ രോദിതിനീയമാന, ആ പോണ പോക്ക് തന്നെ കണ്ണീരോട് കൂടിയിട്ടാണ് അത്രേ പോവുക. താൻ പെറ്റു വളർന്ന് അമ്മിഞ്ഞ കുടിച്ച് വളർന്ന അമ്മയും കുട്ടികൾ ബാക്കിയുള്ളവരെയൊക്കെ വിട്ട് ഭർതൃഗൃഹത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇതങ്ങോട്ട് മറക്കണമല്ലോ, എളുപ്പമല്ല, കരഞ്ഞു പോവത്രേ. അവിടെ ചെന്ന് ഭർത്താവിൻ്റെ വീട്ടിലുള്ള ലാളിത്യങ്ങളോ അവിടെയുള്ള സുഖങ്ങളോ പുതിയ കണ്ടുപിടുത്തങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ, അനുഭവം. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വിളിച്ചാൽ പറയത്രേ, അയ്യോ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, ഭർത്താവ് പോയിരിക്കുക, തിരിച്ചു വരാൻ കുറച്ച് സമയം പിടിക്കുക, അതിൻ്റെ ഇടയിൽ വിട്ടുപോകാൻ പറ്റില്ല, പിന്നെ വിളിച്ചാലും കൂടി വരില്ല. അതുമാതിരി അവിടെ ആദ്യം കേൾക്കാൻ മടി, ആ മടിയൊക്കെ തീർന്ന് കീർത്തനം വിഷ്ണോഹോ, ഭഗവാന്റെ നാമങ്ങൾ പാടാൻ ഒരു വിഷമം ഉണ്ടാവില്ല. ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. എവിടെ വേണമെങ്കിലും അവളെ നടന്നുകൊണ്ടും ബസ്സിലിരുന്നുകൊണ്ടൊക്കെ പാടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഒന്ന് പാടി നോക്കൂ.
അപ്പോഴല്ലേ അറിയുള്ളൂ. ആ മനുഷ്യൻ്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവില്ല, സ്ട്രെസ്സും ഉണ്ടാവില്ല, സ്ട്രെയിനും ഉണ്ടാവില്ല. അതൊക്കെ ഈ നാടിഞരമ്പുകളിലാണല്ലോ അങ്ങനെ ഉണ്ടക്കരി പോലെ പിടിച്ചിരിക്കുന്നത്. ഒന്ന് വായ തുറന്നങ്ങോട്ട് പാടൂ. ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ശ്രവണം കീർത്തനം വിഷ്ണോ. ഇങ്ങനെ വായ തുറന്ന് പാടാൻ സാധിച്ചാലത്തെ സ്ഥിതി എന്താ? സങ്കീർത്യമാനോ ഭഗവാനനന്ത സുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം മിഥുനോത്യശേഷം യഥാതമോ അർക്കോ അഭ്രമിവാതിവാതഃ. എന്തൊരു ശ്ലോകാപ്പ. സങ്കീർത്യമാനോ ഭഗവാനനന്ത. നിങ്ങൾ ആരെങ്കിലും കുറിച്ച് പാടുകയാണെങ്കിൽ അച്ഛനമ്മമാരെ കുറിച്ച് പാടാൻ നിങ്ങൾക്ക് പറ്റുമോ? അതിനുള്ള വകയുണ്ടോ? കെട്ടിയ ഭർത്താവിനെയോ ഭാര്യയെയോ കുറിച്ച് പാടാൻ നിങ്ങൾക്ക് പറ്റുമോ? കാര്യം വലിയ സ്നേഹ, കണ്ണിലുണ്ണിയൊക്കെയാണ്. ഒരു പാട്ടുണ്ടാക്കി കുറേ പാടി ഇങ്ങനെ നടക്കൂ, കാണട്ടെ ഞാൻ. ഒരൊറ്റ ആളെക്കുറിച്ചേ നമുക്ക് പാടാൻ പറ്റുള്ളൂ, അത് ഭഗവാനെക്കുറിച്ച്. നമ്മുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർമാരൊക്കെ ഉണ്ടല്ലോ, അവരെക്കുറിച്ചൊക്കെ നമുക്ക് പാടാൻ പറ്റുമോ? നമുക്ക് ആരെങ്കിലും കുറിച്ച് പാടാനും സ്തുതിക്കാനും പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരൊറ്റ ആളേ ഉള്ളൂ. സങ്കീർത്യമാനോ ഭഗവാൻ അനന്തഃ. അനന്തനായിരിക്കുന്ന ഭഗവാൻ, അദ്ദേഹത്തെ ഉള്ളു തുറന്ന് വാ നിറഞ്ഞ് മനസ്സിനെയും ബുദ്ധിയെയും ഇളക്കി മറിച്ചുകൊണ്ട് കീർത്യമാനഃ, കീർത്തനം ചെയ്താൽ, ശ്രുതാനുഭാവോ, അതിന് പറ്റിയില്ലെങ്കിൽ അങ്ങനെ കീർത്തനം ചെയ്യുന്നത് കേട്ടാൽ പോലും വ്യസനം ഹി പുംസാം, മനുഷ്യരനുഭവിക്കുന്ന വിഷമങ്ങളെ മുഴുവനും പ്രവിശ്യ ചിത്തം മിഥുനോത്യശേഷം, ഭഗവാൻ ഓടി വന്ന് അദ്ദേഹത്തിന് വൈകുണ്ഠത്തിൽ ഉറക്കപ്പാടാൻ ആരുമില്ല. അവിടെ വൈകുണ്ഠത്തിൽ ചെന്നു എന്ന് പറഞ്ഞ് കൃതാർത്ഥതയോടുകൂടി കേമന്മാരായിട്ടിരിക്കുക. അവിടെ കീർത്തനം നടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, മൂകമാണവിടെ. ഇങ്ങനെ ആരെങ്കിലും പാടാൻ തുടങ്ങിയാൽ എൻ്റെ അപ്പോ ഭഗവാനുള്ള സന്തോഷമുണ്ടല്ലോ. പ്രവിശ്യ ചിത്തം മിഥുനോത്യശേഷം, ആ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രവേശിച്ച്, മനസ്സിൽ പ്രവേശിച്ച്, വിധുനോതി, അതിലുള്ള ദുഃഖങ്ങളെ മുഴുവനും തുടച്ച് വെടുപ്പാക്കി കളയുമത്രേ. യഥാതമോർക്കോ അഭ്രമിവാതിവാതഃ. സൂര്യൻ എങ്ങനെയാണോ അന്ധകാരത്തെയും മേഘപടലങ്ങളെയും അടിച്ചു മാറ്റുന്നത്, ഇല്ലാതെയാക്കി തീർക്കുന്നത്, അതുപോലെ ഈ ഭഗവാന്റെ പേര് പറയാതെ നമ്മൾ പലതും സംസാരിച്ച് കഴിഞ്ഞുകൂടുന്നില്ലേ? അതിനെപ്പറ്റി 12-ാം സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിലയിരുത്തൽ എന്താണെന്നറിയോ? മൃഷാഗിരസ്താഹ്യസതീരസത്കഥ ന കഥ്യതേ യദ്ഭഗവാൻ അധോക്ഷജഃ തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവദ്ഗുണോദയം. ഈ ശ്ലോകത്തിന് എന്താ വില എന്നാണ് നിങ്ങൾ വിചാരിക്കുക? ഒരെണ്ണം പഠിക്കുമോ നിങ്ങൾ എൻ്റെ കൂട്ടരെ? ഒരെണ്ണം. മൃഷാഗിരസ്താഹ്യസതീരസത്കഥ. കാലത്തെണീറ്റ് വൈകുന്നേരം വരെ എന്തൊക്കെയാണ് ചപ്ര കുപ്ര എന്ന് നിങ്ങൾ സംസാരിക്കുന്നത്? അതിലെന്തെങ്കിലും ഒന്ന് കല്യാണരൂപിയായ ഭഗവാന്റെ പരമകല്യാണനിധിയായ ആ മംഗളസ്വരൂപിയായ ഭഗവാനെ പറ്റിയുള്ള ഒരു പര്യായ ശബ്ദമെങ്കിലുമുണ്ടോ? സഹസ്രനാമങ്ങൾ നമുക്ക് എത്രയാ? ലക്ഷ്മി സഹസ്രനാമമുണ്ട്, വിഷ്ണു സഹസ്രനാമമുണ്ട്, ശിവസഹസ്രനാമമുണ്ട്. അതിൽ 4 വാക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എപ്പോഴും വരുന്നുണ്ടോ? എപ്പോഴെങ്കിലും വരുന്നുണ്ടോ? മൃഷാഗിരസ്താഹ്യസതീരസത്കഥ. വാക്കുകൾ വെറും പാഴ് അസത്താണ്. ഈ അസത്തായ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സംസാരവും വാക്കുകളും. ന കഥ്യതേ യത് ഭഗവാൻ അധോക്ഷജഃ. ഏത് സംസാരത്തിലും ചർച്ചകളിലും സംവാദത്തിലുമാണോ അധോക്ഷജനായിരിക്കുന്ന ഭഗവാൻ ഒരു സ്ഥാനമില്ലാതെയിരിക്കുന്നത്? അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാതെ ഉള്ളിൽ അധിവസിക്കുന്നവൻ.
തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവദ്ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വൻ മനസോ മഹോത്സവം. ഔ, ആ പദങ്ങളൊന്ന് നോക്കൂ നിങ്ങൾ. നമുക്ക് മംഗളമുണ്ടാവണമെങ്കിൽ ഭഗവാന്റെ പേരുകൾ കഥനം ചെയ്ത് പാടി ആടി രസിക്കണം. തദേവ സത്യം തദുഹൈവ മംഗളം, അതാണ് സത്യം, അതാണ് മംഗളം. തദേവ പുണ്യം, അത് മാത്രമാണ് പുണ്യം. ഭഗവദ്ഗുണോദയം, ഭഗവാന്റെ ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ ഉദിക്കാൻ തുടങ്ങണം. തദേവ രമ്യം രുചിരം നവം നവം, അതാണ് വളരെ രമണീയമായിട്ടുള്ളത്, നല്ല രുചി നൽകുന്നത്. നവം നവം, അതാണ് നവം നവം, പുതിയ പുതിയ രുചിയോടുകൂടി. തദേവ ശശ്വൻ മനസോ മഹോത്സവം, അതാണ് മനസ്സിനുള്ള ശാശ്വതമായിരിക്കുന്ന മഹോത്സവം. തദേവ ശോകാർണവശോഷണം നൃണാം, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തദേവ, അത് മാത്രമാണ്. ശോകാർണവശോഷണം നൃണാം, മനുഷ്യർക്ക് ശോകം ഒരർണവം സമുദ്രം പോലെ ഉണ്ടെങ്കിലും കൂടി അതിനെ ഉണക്കി വരട്ടി അതിൻ്റെ അടിത്തട്ട് കാണിപ്പിക്കുന്നത്. പമ്പ കിടക്കും എന്ത്? ശോകം മുഴുവനും. ഭഗവാന്റെ പാട്ടുകളൊന്ന് പാടൂ, നാമങ്ങളൊന്ന് ചൊല്ലൂ. ദാമോദര ഗുണമന്ദിര സുന്ദരവദനാരവിന്ദ ഗോവിന്ദ, ദാമോദര ഗുണമന്ദിര സുന്ദരവദനാരവിന്ദ ഗോവിന്ദ. എന്താ നിങ്ങൾക്ക് തടസ്സം? എന്താ വയ്യായ? കൊരലടപ്പിന് വന്നിട്ടുണ്ടോ? ഈശ്വരൻ്റെ നാമങ്ങൾ പാടാൻ വയ്യാത്ത ഒരു മഹാപാപമാണോ നിങ്ങൾക്ക്? ഇതിന് എന്ത് ചെലവുണ്ടപ്പാ? കാശ് ചെലവില്ല അതിന്. 5-10 മിനിറ്റ് ഉപയോഗിച്ച് നമ്മുടെ നാവും ശബ്ദനാളവും ഒന്ന് ഉപയോഗിക്കണം, ഇത്രയേ വേണ്ടൂ. അതുണ്ടായാൽ മനസോ മഹോത്സവം, ആനയും പൂരവും വെടിക്കെട്ടും ഹാഹു ഒക്കെ ആയിട്ടുള്ള ഉത്സവം ഉണ്ടല്ലോ, അത് എത്ര നേരത്തേക്കാണ്? 5-10 മിനിറ്റ് അല്ലെങ്കിൽ ഏതാനും മണിക്കൂർ. ഇത് ശശ്വൻ മനസോ മഹോത്സവം, മനസ്സിന് ശാശ്വതമായിരിക്കുന്ന മഹോത്സവമാണിത്. ആ മഹോത്സവം രചിക്കുന്നതാണ് ഈ നാമജപങ്ങളോ കീർത്തനങ്ങളോ ഒക്കെ. ഭാഗവതം അത് പറഞ്ഞു നിർത്തുന്നുണ്ടോ? നിർത്തുന്നില്ല. എന്താ ഭാഗവതം പറയണത്? യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത്പുണ്യഗാഥാശ്രവണാഭിധാനൈഃ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവാഞ്ജന സംപ്രയുക്തം. ഇങ്ങനെ ഭഗവാന്റെ കീർത്തനങ്ങൾ മനസ്സ് നല്ലപോലെ ചെലുത്തി വെണ്ണ ഉരുകുന്ന പോലെ മനസ്സുരുക്കത്തോടുകൂടി അങ്ങനെ ഉറക്ക ചൊല്ലി കണ്ണടഞ്ഞ് അത് കേട്ട് അതിൽ ആനന്ദം, അനുഭവം, രസം ഒക്കെ അനുഭവിക്കാൻ തുടങ്ങിയാൽ യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത്പുണ്യഗാഥാശ്രവണാഭിധാനൈഃ, ഭഗവാനെക്കുറിച്ചുള്ള പുണ്യഗാഥകൾ അത് വിവരിക്കുന്ന സമയത്ത് ശ്രവണം, അത് കേൾക്കൽ, ഈശ്വരൻ്റെ നാമങ്ങൾ ചൊല്ലൽ, ഇതെല്ലാം കൂടി വിശേഷപ്പെട്ട ഒരു സദ്യ പോലെ ആയാലോ. യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ, ഇത് ചെയ്യുന്തോറും അത് ചെയ്യുന്നവൻ്റെ മനസ്സ് കൂടുതൽ കൂടുതൽ കഴുകി ശുദ്ധമാകപ്പെടുമത്രേ, ശുദ്ധമായി വരും. എത്രത്തോളം ശുദ്ധമായോ അതിൻ്റെ തെളിവെന്താ? തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം. എത്ര മനസ്സിന് ശുദ്ധി വന്നുവോ, ബുദ്ധിക്ക് തെളിച്ചം വന്നുവോ, അത്രയും നിങ്ങൾക്ക് ഭഗവാന്റെ ഉൾസാന്നിധ്യം വ്യക്തമായി മനസ്സിലാവും. ഞാൻ വിളിക്കുന്ന, സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, കാണാൻ കൊതിക്കുന്ന ആ ഭഗവത് സാന്നിധ്യമുണ്ടല്ലോ, അതെൻ്റെ ഉള്ളിൽ എപ്പോഴും കുടികൊള്ളുകയാണെന്ന്. സൂക്ഷ്മമാണ് ഭഗവാന്റെ സാന്നിധ്യം. നമ്മൾ സ്ഥൂല വസ്തുക്കളെ കണ്ടു പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സൂക്ഷ്മമായ സാന്നിധ്യം തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം.
അതിസൂക്ഷ്മമായിരിക്കുന്ന ആ ആത്മസത്ത അത് നമ്മൾക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും. ഏതുപോലെ തിമിരം പിടിപെട്ടിട്ടുള്ള കണ്ണിൽ നിന്ന് ആ തിമിരം നീക്കം ചെയ്താൽ കാഴ്ചയ്ക്ക് തെളിച്ചം സംഭവിക്കുന്നത് പോലെ അന്ധകാരത്താലും അവിവേകത്താലും മായാഭ്രമങ്ങളാലും ഉള്ളിലുള്ള സാന്നിധ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാതെ ഇത്രയും ദശാബ്ദങ്ങൾ കഴിച്ച നമ്മൾ ഈ അഭ്യാസങ്ങൾ മൂലം ശുദ്ധി വരുമ്പോൾ, തെളിച്ചം വരുമ്പോൾ സാന്നിധ്യത്തെ വേണ്ടതുപോലെ തെളിഞ്ഞു കാണും, ആസ്വദിക്കും, അനുഭവിക്കും. അതിലാറാടും ഊളയിടും അതിന് സാധിക്കും. യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത്പുണ്യഗാഥാശ്രവണാഭിധാനൈ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവാഞ്ജന സംപ്രയുക്തം. ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞില്ലേ? ഇപ്പോൾ ഭാഗവതം എന്ന് പറയുന്ന പാരമഹംസ സംഹിത നമ്മൾക്ക് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഓരോരുത്തരെയും അവർ മൂലം തന്നെ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിപ്പിക്കുന്നു. ആ ഭഗവത് പ്രതിഷ്ഠ നടത്താനായി നമ്മൾ എന്തു വേണം? ഭഗവത് സാന്നിധ്യത്തെ വ്യാപകമായി ഗ്രഹിക്കാനും ആ നിലയ്ക്ക് സമീപിക്കാനും പഠിക്കണം. അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ ഭക്തി, വിരക്തി, ഭഗവത് പ്രബോധം എന്ന മൂന്നും വിശക്കുന്നവൻ ഊണ് കഴിക്കുമ്പോൾ ഓരോ ഉരുളയ്ക്കും തുഷ്ടിയും പുഷ്ടിയും ക്ഷുതപായവും ഉണ്ടാകുന്നത് പോലെ നമുക്കുമുണ്ടാകും. അതിൻ്റെ തുടക്കം ചുരുങ്ങിയത് സങ്കീർത്യമാനോ ഭഗവാൻ അനന്തഃ, അനന്തരായിരിക്കുന്ന ഭഗവാന്റെ പേര് പറഞ്ഞ് അത് കീർത്തനം ചെയ്യെങ്കിലും വേണം. അതല്ലാത്ത വാക്കുകളൊക്കെ വെറും പാഴുമുളകളാണ്, വ്യർത്ഥമാണ്. ഇതോ മനസ്സിന് ശാശ്വതമായിരിക്കുന്ന ഉത്സവവും. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ മനസ്സിന് ശുദ്ധിയായി, ബുദ്ധിക്ക് തെളിച്ചമായി, നമ്മൾക്ക് അകത്തിരിക്കുന്ന ഈശ്വര സാന്നിധ്യത്തെ സ്പഷ്ടമായി, വ്യക്തമായി, തനതായി അനുഭവിക്കാൻ സാധിക്കും. ജന്മസാഫല്യം, ആപ്തകാമത്വം, സൗഭാഗ്യപൂർണത, സാഫല്യദീപ്തി എല്ലാം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാക്കി തരുന്നതാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഭൗതികമായ വല്ല ആവശ്യങ്ങളോ ചെറിയ ചെറിയ അഭിലാഷങ്ങളോ ഉണ്ടെന്നിരിക്കട്ടെ, അതും ഈ ശ്രീമദ് ഭാഗവതം നിങ്ങൾക്ക് നിറവേറ്റി തരും. ഏതുപോലെ സുശീല വല്ലാതെ കിണഞ്ഞ് പരിശ്രമിച്ച് സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ ഭർത്താവിനെ പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് പറഞ്ഞയച്ച് ഭർത്താവ് അവിടെ ചെന്ന് ഒരു വാക്ക് പോലും പറയാതെ തിരിച്ചു വന്നാലും തിരിച്ചു വരുമ്പോൾ ഇവിടെ കണ്ടത് തിരിച്ചറിയാൻ പറ്റാത്ത പാലസും സമൃദ്ധിയുമാണ്. ഇതാണ് ഭാഗവതത്തിന് നിങ്ങൾക്ക് തരാനുള്ള അനുഗ്രഹം. അതാണ് ഞാനതിനെ ജീവിതം സുഭഗമാക്കുന്ന ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും 10,000 മുഖം കൊണ്ട് ജീവിതം സുഭഗമാക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്ന സന്ദേശം സർവ്വസ്ഥലത്തേക്കും കൊടുങ്കാറ്റ് വന്നടിക്കുന്നത് പോലെ പറഞ്ഞ് മനസ്സിലാക്കി ജനങ്ങളെ ഇത് കേൾപ്പിക്കും. അതിൻ്റെ ചുമതല ഞാൻ നിങ്ങളിലെല്ലാവരും അടിച്ചേൽപ്പിക്കുന്നു. ഞങ്ങൾ എങ്ങനെയാണോ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്താൻ ഞങ്ങൾ നിർബന്ധിച്ചത്, ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, അതിന് വഴങ്ങി 19ാമത്തെ കൊല്ലമാണിത് ഇവിടെ നടത്തുന്നത്. അതേപോലെ നിങ്ങൾക്കും ഒരാവേശവും ഒരു പ്രതിബദ്ധതയും ഉണ്ടാകട്ടെ. ഈ ശ്രീമദ് ഭാഗവതം ജീവിതം സുഭഗമാക്കുന്നതാണ് എന്നുള്ള സന്ദേശം എല്ലാവരെയും അറിയിക്കുന്നതിൽ എനിക്ക് നിങ്ങളെ ഈ കാര്യത്തിൽ പ്രതീക്ഷയോടുകൂടി പരിഗണിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. തൽക്കാലം ഞാൻ നിർത്തട്ടെ ഒരു ശ്ലോകം പറഞ്ഞ്. ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമളഃ കോമലാംഗോ
ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ഹരി 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 ഓം തസ്. നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടായി ഒരു ഓംകാരം ജപിക്കണം. ആ കൂട്ടധ്വനി നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കൂ. ഈ ഭൂഗോളം മുഴുവനും വ്യാപിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം, സംതൃപ്തി അണയ്ക്കണം. ആ ഉദ്ദേശത്തോടു കൂടി, വികസിത മനസ്സോടുകൂടി ജപിക്കൂ. കൈവിരലുകൾ കോർത്ത് മടിയിൽ വയ്ക്കൂ. വിഷമിക്കാതെ നിവർന്നിരിക്കൂ. കഷ്ടപ്പെടരുത്. കണ്ണടയ്ക്കൂ. മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. എൻ്റെ കൂടെ മനസ്സും വായും തുറന്ന് ഇതാ ഓ ഹരി ഓം തസ്. ജയ ഗുരു, ജയ ഗുരു. നമുക്ക് ഇനിയും കാണാം. ശരി.